Hi dears, today we discuss about the topic of 9th CBSE Chemistry first chapter matter in our surroundings. In this chapter we learn about the different matters and different organisms of matter. Then now we have so many living and non-living things in our surroundings, isn't it? We have plants, animals, water, so many things in our surroundings. If I talk about my surroundings, I have pen, phone, table, chair, etc. So many different things around my surroundings, and all these things are made up of matter. But my question is, what is matter? What is matter? Matter is anything that has mass and occupies space is called matter. Matter is anything that occupies space and has mass. ഓക്കെ, ഒരു പ്രത്യേകതര മാസും അതിന് ഒരു ഒക്കുപ്പൈ സ്പേസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ കുറേ വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതെന്താണ്, അതിൽ മാസും അതുപോലെ അതിനെ ഒക്കുപ്പൈ ചെയ്യാൻ വേണ്ടി ചെറുതാണെങ്കിൽ പോലും ഒരു സ്പേസ് ആവശ്യമുണ്ട് അല്ലേ. ഈ വസ്തുക്കളെ നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏതൊരു വസ്തുവിനെയും നമ്മൾക്ക് എന്ത് വിളിക്കാം, മാറ്റർ എന്ന് പറയാം. ഇപ്പോൾ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും മാറ്റേഴ്സിൻ്റെ എക്സാമ്പിൾസാണ്. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളെയും നമ്മൾക്ക് മാറ്റർ എന്ന് വിളിക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ കൊടുത്തു? ഇവിടെ ചെയർ കൊടുത്തിട്ടുണ്ട്. ഈ ചെയർ എന്താണ്, മാറ്റർ ആണോ? യെസ്, ചെയർ ഈസ് മാറ്റർ ബിക്കോസ് ദ ചെയർ ഹാവ് മാസ് ആൻഡ് ഓക്കുപ്പൈ സ്പേസ് അല്ലേ. അതിനൊരു മാസും അതിന് നിൽക്കാനൊരു സ്പേസും ഉണ്ട് അല്ലേ. സെക്കൻഡ് വൺ എന്താണ്, എയർ ആണ് അല്ലേ. എയർ ഈസ് എന്താണ്, എയർ മാറ്റർ ആണ്. കാരണം എന്താണ്, എയറിന് മാസ് ഉണ്ട്, കാരണം എയറിനെ ഒക്കുപ്പൈ ചെയ്യാൻ എന്തുണ്ട്, സ്പേസ് ഉണ്ട്. പിന്നെന്താണ്, കിഡ് പ്ലേയിങ് അല്ലേ. എന്താണ്, അതെന്താണ്, മാറ്ററാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്, സ്മെല്ല് അല്ലേ. ഒരു ഫ്ലവറിന് സ്മെല്ല് ചെയ്യുന്നത് അത് മാറ്ററാണോ? അല്ല, അതൊരു തരം ഇമോഷനാണ്. അതൊരു തരം ഇമോഷൻ ആയതുകൊണ്ട് അതിനെ നമുക്ക് മാറ്റർ എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ആ സ്ഥാനത്ത് ഒരു ഫ്ലവർ മാത്രമാണെങ്കിൽ നമ്മൾക്ക് അതിനെ മാറ്റർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് എന്താണ്, പെർഫ്യൂം അല്ലേ. പെർഫ്യൂം എന്താണ്, പെർഫ്യൂം ഒരു മാറ്ററാണ്. എന്താണ്, സ്മെൽ ഓഫ് പെർഫ്യൂം മാറ്റർ ആണ്. കാരണം എന്താണ്, അതിനകത്ത് ലിക്വിഡാണ് ഉള്ളത് അല്ലേ. അതിൽ എന്തുണ്ട്, ലിക്വിഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് പെർഫ്യൂം മാറ്ററാണ്. പിന്നെന്താണ്, ആൻഗ്രി അല്ലേ. ആൻഗ്രിനെസ് അതെന്താണ്, അതൊരു തരം ഇമോഷനാണ്. അത് നമുക്ക് മാറ്ററിൽ പെടുത്താൻ പറ്റില്ല. പിന്നെന്താണ്, ആൽമണ്ട്സ് അല്ലേ. എന്താണ്, ആൽമണ്ട്സിന് എന്തുണ്ട്, മാസ് ഉണ്ട്, അതിനൊരു ഒക്കുപ്പൈ സ്പേസ് ഉണ്ട് അല്ലേ. പിന്നെന്താണ്, നമ്മുടെ എപ്പിച്ചിൻ്റെ ഒരു തോട്ടാണ് അവിടെ കൊടുത്തത്. അതെന്താണ്, അതൊരു മാറ്ററാണോ? അല്ല അല്ലേ. പിന്നെന്താണ്, ഒരു നല്ല തണുപ്പുള്ള സ്ഥലത്ത് ഒരാൾ ഷിവറിങ് ആയിട്ട് നിൽക്കുകയെന്നില്ലേ, അതിന് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റില്ല, മാറ്റർ എന്ന് പറയാൻ പറ്റില്ല. പിന്നെന്താണുള്ളത്, ഒരു ബോട്ടിൽ എന്തുണ്ട്, ജ്യൂസ് ഉണ്ട് അല്ലേ, അതിന് നമ്മൾക്ക് എന്ത് പറയാം, മാറ്റർ എന്ന് പറയാം. ഓക്കെ, then it's solid, liquids and gases. First pictures is based on solids, second is liquids, and third one is gases. Okay, then matter is anything that occupies space and has mass. Examples, air, water, ice, oxygen. Next എന്താണ് പറയുന്നത്, matter is made up of പാർട്ടിക്കിൾസ് അല്ലേ. ദാറ്റ് പാർട്ടിക്കിൾ സൈസ് ഈസ് വെരി സ്മോൾ. മാറ്റർ എന്താണ്, മാറ്റർ ഏതിനെ കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത്, പാർട്ടിക്കിൾസ് കൊണ്ടാണ് മേഡപ്പ് ചെയ്തിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് എന്താണ്, പാർട്ടിക്കിൾസ് വിച്ച് മേഡപ്പ് ഓഫ് മാറ്റർ ആർ സോ ടൈനി ദാറ്റ് വി കാനോട്ട് സീ ദം ഈവൻ വിത്ത് ഹൈ പവേർഡ് മൈക്രോസ്കോപ്പ് അല്ലേ. നമ്മുടെ ഹൈ പവേർഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചാൽ പോലും നമ്മൾക്ക് എന്തിനെ കാണാൻ പറ്റില്ല, പാർട്ടിക്കിൾസിനെ കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ എന്താണ്,
matters in three states: solids, liquids and gases. നെക്സ്റ്റ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. എന്താണ് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്? നമുക്ക് ഫിസിക്കലില്ലേ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ അതില്ലേ, മാറ്റർ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യാൻ പറ്റുന്നതാണല്ലേ. അതെന്താണ്? നമുക്ക് കാണാനും സ്പർശിക്കാനും ഒക്കെ പറ്റുന്നത്. അതെന്തൊക്കെയാണ്? സ്മെല്ലാണല്ലേ, സോഫ്റ്റ്നെസ് ആണ്, ഹാർഡ്നെസ്, ഇതൊക്കെയാണ് അതിൽ പെടാം. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ എന്താ? മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അതിൽ നമ്മൾക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽസിനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതാണ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. അപ്പോൾ മാറ്ററിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്താണ് അതിൽ പറയുന്നത്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അതെന്താണ്? മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു വാട്ടർ എടുത്ത് അതിന് എന്താണ് പുട്ട് സം ഷുഗർ ഇൻ ദി വാട്ടർ. അപ്പോൾ എന്താവും? വാട്ടർ ഈസ്, നമുക്കറിയാം വാട്ടർ ഈസ് മാസ് ആൻഡ് സ്പെഷ്യൽ വോളിയം അല്ലേ. വാട്ടറിൽ എന്തുണ്ട്? പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലേ. ഇറ്റ് ഹാസ് സോ മെനി വാട്ടർ മോളിക്യൂൾസ്. നമുക്കറിയാലോ ഷുഗർ വെള്ളത്തിൽ വാട്ടറിൽ മിക്സ് ചെയ്താൽ ആ ഷുഗറിനെ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. ഷുഗർ ഡിസോൾവിങ് ഇൻ ദി വാട്ടർ അല്ലേ. വാട്ടർ മോളിക്യൂൾസിൻ്റെ സ്പേസിലേക്ക് എന്താവുന്നുണ്ട്? ഷുഗർ മോളിക്യൂൾസ് പോവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷുഗർ സൊല്യൂഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്? വെൻ വി ഡിസോൾവ് സോൾട്ട് ഓർ ഷുഗർ ഇൻ ദി വാട്ടർ, ദ വാട്ടർ ലെവൽ വിൽ നോട്ട് റൈസ് അല്ലേ. എന്താണ്? നമ്മളതിൽ ഷുഗർ ഇട്ടത് കൊണ്ട് വാട്ടർ ലെവൽ കൂടുന്നുണ്ടോ? ഇല്ല. ആസ് ദി പാർട്ടിക്കിൾസ് ഓഫ് സാൾട്ട് ഗെറ്റ് ഇൻ ടു ദ സാൾട്ട് ഓർ ഷുഗർ ഗെറ്റ് ഇൻ ടു ദ സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ, അതെന്താകുന്നു? പാർട്ടിക്കിൾസ് ഓഫ് വാട്ടറിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അതാണ് പറഞ്ഞത് matter is made up of particles. Second one, particles of matter are very tiny. Then we cannot see with our eyes in the particles. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ്? ഒരു പൊട്ടാഷ്യം പെർമാഗ്നേറ്റിൽ 100 ml പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് വെള്ളത്തിലിട്ടപ്പോൾ ഒരു പിഞ്ച് എമൗണ്ടാണ് ഇട്ടത്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നല്ല ഒരു കളറിലെ നല്ല പേർപ്പിൾ കളറിലേക്ക് അത് മാറി. അപ്പോൾ എന്ത് നമുക്ക് മനസ്സിലാക്കാം? ആ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിനുള്ളിൽ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അതെന്താണ്? നല്ല പേർപ്പിൾ കളറായിട്ട് മാറി. വെൻ വി പുട്ട് പൊട്ടാഷ്യം പെർമാഗ്നേറ്റ് ഇൻ ടു ദ വാട്ടർ കളേഴ്സ് ചേഞ്ച് ടു പേർപ്പിൾ കളർ ഓർ വയലറ്റ് കളർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ? ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി ടൈനി. അതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ആ ഒരു ബീക്കറിൽ നിന്നും 10 ml മാറ്റി വെച്ച് ആ ഒരു പ്രോസസ്സ് അടുത്തതിലും കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ കളറ് അവിടെ തന്നെ ഉണ്ട്. കാരണം കളർ ചേഞ്ചസിലെ നേരിയ രീതിയിലും കളറ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ എന്താണ്? വി ക്യാനൗട്ട് സീ അല്ലേ. അതിനകത്ത് എന്തുണ്ട്? മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. വി ക്യാനൗട്ട് സീ വിത്ത് അവർ ഐസ്. എന്താണ്? ഹൈ പവേർഡ് മൈക്രോസ്കോപ്പ് അല്ലേ. എന്താണ്? നമ്മൾക്ക് എന്താണ് പ്രത്യേകത ഉള്ളതുപോലെ തന്നെ മാറ്റേഴ്സിനും പ്രത്യേകതകളുണ്ട്. ഓക്കെ, നമ്മൾ കൂടുതൽ ഇപ്പോൾ നമ്മൾ ഒരു ഇങ്കാണ് ആഡ് ചെയ്യുന്നതെങ്കിലും ഇതെന്താണ്? നമുക്ക് കൂടുതൽ ഇങ്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആ ഇങ്കിൻ്റെ പിഞ്ച് ഓഫ് കളർ എങ്കിലും അതിലെന്തുണ്ടാവും? ബാക്കി ഉണ്ടാക്കും. ഇപ്പോൾ ഇവിടെ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിൻ്റെ സംഭവത്തിലാണെങ്കിലും നമ്മൾ അടുത്ത ബീക്കറിലേക്ക് ഇതിൽ നിന്നും 10 ml വാട്ടർ എടുത്ത് അടുത്തതിലേക്ക് മിക്സ് ചെയ്യുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്? അതിൽ ആദ്യത്തിനേക്കാളും കളർ കുറച്ച് കുറവായിരിക്കും, പക്ഷെ അതിൽ കളറുണ്ട് അല്ലേ. വീണ്ടും ആ പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ആ ഒരു കളർ, ആദ്യത്തെ കളർ ഇല്ലെങ്കിലും ഒരു പിഞ്ച് ഓഫ് കളർ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ആ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിനുള്ളിൽ മില്യൺസ് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്?
ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് സ്പേസ് ബിറ്റ്വീൻ ദം. എന്താണ്, ഇപ്പം നമ്മൾ ഷുഗർ സൊല്യൂഷൻ നടത്തില്ലേ, ഷുഗറിന് എന്താണ് വാട്ടറിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കയറിയിരിക്കാൻ പറ്റിയില്ലേ, അതുകൊണ്ടാണല്ലോ അവിടെ ഷുഗർ സൊല്യൂഷൻ നടന്നത്. അപ്പോൾ അവിടെ സ്പേസ് ഉള്ളത് കൊണ്ടാണ് എന്തിന് ഷുഗറിന് അങ്ങോട്ടേക്ക് വാട്ടർ മോളിക്യൂൾസിലേക്ക് പോകാൻ പറ്റിയത്. അപ്പോൾ എന്താണ്, പാർട്ടിക്കിൾസിൻ്റെ ഇടയ്ക്ക് എന്ത് സ്പേസ് ഉണ്ടായത് കൊണ്ടാണ് ഷുഗറിന് വാട്ടർ മോളിക്യൂൾസിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയത്. അതുകൊണ്ടാണല്ലോ ഷുഗർ അതിൽ ഡിസോൾവ് ആയത് അല്ലേ, അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ കണ്ടിന്യൂസ്ലി മൂവിങ് ആസ് ദി പോസസ് കൈനറ്റിക് എനർജി. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് പാർട്ടിക്കിൾസ് മൂവ്സ് ഫാസ്റ്റർ. ഇവിടെ എന്താണ് പറയുന്നത്, ഇപ്പോൾ അല്ലേ ഇവിടെ എന്താണ്, ഒരു ബീക്കറിൽ അല്ലേ നമ്മൾ ഇങ്ക് മിക്സ് ചെയ്യുന്നതാണ്. വാട്ടറിൽ ഇങ്ക് മിക്സ് ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട്, അതെന്താവുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി എന്താവുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യാതെ തന്നെ എന്താവുന്നുണ്ട്, അത് മൊത്തത്തിൽ ഒന്ന് മിക്സിങ് ആവുന്നുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്, നമ്മൾ വാട്ടറിൽ ഇങ്ക് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കുന്നില്ല, നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇങ്കിൻ്റെ പാർട്ടിക്കിൾസ് വെള്ളത്തിലോട്ട് മിക്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ്ലി മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എന്താണ്, ഇങ്ക് മാറ്ററും വാട്ടറും തമ്മിൽ ഒന്നും ചെയ്യാതെ തന്നെ ബയോൺ തന്നെ മിക്സ് ആവുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഇൻ്റർ മിക്സിങ് എന്ന് പറയുന്നത്. ആ ഒരു ഇൻ്റർ മിക്സിംഗ് ആണ് ഡിഫ്യൂഷൻ. പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ ഒരു എനർജി അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ആ എനർജിനെ നമ്മൾക്ക് എന്ത് പറയാം, കൈനറ്റിക് എനർജി എന്ന് പറയാം. ഓക്കെ, എന്താണ്, ടു ഡിഫറെൻറ്റ് മാറ്റേഴ്സ് ഇൻ്റർമിക്സ് ആവുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, വാട്ടറും ഇങ്കും അല്ലേ, ടു ഡിഫറെൻറ്റ് മാറ്റേഴ്സാണ്. അതെന്താവുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യാതെ തന്നെ അതെന്താവുന്നുണ്ട്, ഇൻ്റർമിക്സ് ആവുന്നുണ്ട്. ആ ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ്, നമുക്ക് ഡിഫ്യൂഷൻ മനസ്സിലായില്ലേ. ഡിഫ്യൂഷൻ ഇൻ എവറിഡേ ലൈഫ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഡിഫ്യൂഷനുകൾക്ക് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്, ഡിഫ്യൂഷൻ ഇൻ എവറിഡേ ലൈഫ്, ദ ഇൻ്റർ മിക്സിംഗ് ഓഫ് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാറ്റർ ഓൺ ദെയർ ഓൺ ഈസ് കോൾഡ് ഡിഫ്യൂഷൻ അല്ലേ. എന്താണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തത്, പെർഫ്യൂമാണ് അല്ലേ. പെർഫ്യൂം എന്താണ്, ഒരു മാറ്ററാണ് അല്ലേ. അത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട്, എയറുമായിട്ട് എന്താവുന്നുണ്ട്, മിക്സിങ് ആവുന്നുണ്ട്. അപ്പോൾ സ്പ്രേയിലുള്ള പാർട്ടിക്കിൾസ് എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് എന്താവുന്നുണ്ട്, മിക്സിങ് ആവുന്നുണ്ട് അല്ലേ. ഇതെന്താണ്, ടു ഡിഫറെൻറ്റ് മാറ്റേഴ്സാണ് അല്ലേ. സ്പ്രേയും എയറും അല്ലേ. ആ ഒരു പെർഫ്യൂമും എയറും ടു ഡിഫറെൻറ്റ് മാറ്റേഴ്സാണ്. അതെന്താവുന്നുണ്ട്, എയറുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്, പെർഫ്യൂമിലുള്ള പാർട്ടിക്കിൾസ് എയറിലുള്ള പാർട്ടിക്കിൾസുമായിട്ട് മിക്സിങ് ആവുന്നുണ്ട് അല്ലേ, ഇൻ്റർ മിക്സിങ് സംഭവിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഒരു ടീ ബാഗ് ഡിപ്പ് ചെയ്യുമ്പോൾ അല്ലേ എന്താണ് കളർ വരുന്നത് അല്ലേ. വാട്ടറും എന്താണ് ടീ ബാഗും തമ്മിലുള്ള ഇൻ്റർ മിക്സിങ് ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെന്താണ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ദൂരെ വരെ നമ്മൾക്ക് അതിൻ്റെ സ്മെല്ല് എത്തുന്നുണ്ട് അല്ലേ. നമ്മളെ വീട്ടിൽ നമ്മൾ കിച്ചണിൽ വെച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇപ്പുറത്തുള്ള റൂമിലേക്ക് വരെ അതിൻ്റെ സ്മെല്ല് എത്തുന്നുണ്ട്. അതിന് കാരണം എന്താണ്, ടെമ്പറേച്ചർ കൂടുതലായത് കൊണ്ട് അല്ലേ. പാർട്ടിക്കിൾസ് മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കും. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ്, ദ പാർട്ടിക്കിൾസ് ഓഫ് മൂവ്മെൻറ്റ് അല്ലേ എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും. എന്താണ്, അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഇൻ്റർമിക്സ് നടക്കുന്നുണ്ട്. എയറിലോട്ട് ഫുഡ് പാർട്ടിക്കിൾസ് എന്താവുന്നുണ്ട്, മിക്സ് ആവുന്നുണ്ട്. ഇപ്പോൾ അടുത്തത് എന്താണ്, സോഡ ബോട്ടിൽ അല്ലേ. സോഡ ബോട്ടിൽ പൊട്ടിക്കുമ്പോൾ എന്ത് വരും, അതിൽ നിന്ന് ഗ്യാസ് വരും അല്ലേ. ആ ഗ്യാസ് എന്താവുന്നുണ്ട്, അത് എയറിലോട്ട് ഹോട്ട് ഫുഡ് എന്താണ്, ഫുഡ് ചൂടാകുമ്പോൾ എന്ത് സംഭവിക്കും, ബിക്കോസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താകുന്നുണ്ട്, ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, ഇപ്പം നോക്കിയേ ഇപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ ചന്ദനത്തിരി കത്തിക്കാതെ വെക്കുമ്പോൾ അതിൻ്റെ ചെറിയ സ്മെല്ല് നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും അല്ലേ. അത് കത്തിച്ച് വെക്കുമ്പോൾ എന്താ ചെയ്യുക, അപ്പുറത്തേക്ക് വരെ അതിന് സ്മെല്ലെത്തും. ഇതിൻ്റെ കാരണം ഡിഫ്യൂഷനാണ്. എന്താണ്, ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്, മൂവ്മെൻറ്റ് ഫാസ്റ്റർ ആവുന്നു. ഓക്കെ, ഡിഫ്യൂഷനും എന്താവുന്നുണ്ട്, ഓൾസോ ഫാസ്റ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും, കൈനറ്റിക് എനർജി ഓൾസോ ഇൻക്രീസ്. ഓക്കെ,
ദെൻ എന്താണ് ഇപ്പോൾ തണുത്ത ഫുഡാകുമ്പോൾ എന്താ സംഭവിക്കുക? ഫുഡ് തണുക്കുമ്പോൾ എന്താകും? സ്മെല്ല് ഉണ്ടാകത്തില്ല അല്ലേ? എന്താന്ന് ബിക്കോസ് എന്താണ് അതിന് കാരണം? ടെമ്പറേച്ചർ ഡിക്രീസ്, മൂമെൻറ്റും ഓൾസോ ഡിക്രീസ് ആൻഡ് ഓൾസോ കൈനറ്റിക് എനർജി ഡിക്രീസ്. ഓക്കെ, എന്താണ് ഓൺ ഹീറ്റിംഗ് പാർട്ടിക്കിൾസ് മൂവ് ഫാസ്റ്റർ ആൻഡ് ഈസിലി ഇൻ്റർമിക്സ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസ്. ഓക്കെ, ഇതാണ് ഇതിന് പറഞ്ഞ എക്സാമ്പിൾസിൽ ചന്ദനത്തിരി കത്തിച്ചിട്ടുള്ളതും ഹോട്ട് ഫുഡിൻ്റെ സ്മെല്ലും കോൾഡ് ഫുഡും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് എന്താ പറയുന്നത്? പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ അട്രാക്ട് ഈച്ച് അതർ. ഇതിലെന്താണ്? ഇതിൽ 3 ടൈപ്സ് മാറ്റേഴ്സാണുള്ളത്: ചോക്ക്, അയണൽ ആൻഡ് ഐസ് ക്യൂബ്സ്. ഇത് മൂന്നും എന്താണ്? സോളിഡ് മാറ്റർ ആണല്ലേ. ബട്ട് ഇതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് മാറ്റേഴ്സിന് ഡിഫറെൻറ്റ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. ഇതിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? അയൺ നെയിലിനായിരിക്കും അല്ലേ. എന്താണ് അത്? നമുക്ക് പെട്ടെന്ന് അടിച്ചു പൊട്ടിക്കാൻ നമ്മൾക്ക് കഴിയത്തില്ല. ഇതിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അയൺ നെയിലിനെ അപേക്ഷിച്ച് ഐസിൽ എന്തായിരിക്കും? കുറവായിരിക്കും. അതിലും കുറവായിരിക്കും ചോക്കിൽ. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പോൾ നെക്സ്റ്റിൽ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ഹാവ് ഫോഴ്സ് ആക്ടിങ് ബിറ്റ്വീൻ ദം. ദ സ്ട്രെങ്ത് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വേരീസ് ഫ്രം വൺ കൈൻഡ് ഓഫ് മാറ്റർ ടു അനദർ കൈൻഡ് ഓഫ് മാറ്റർ. ഇപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തത്? വെള്ളത്തിൽ കൈയിട്ടിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ കൈയിട്ടിട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ അവിടെ നമ്മൾക്കൊരു പ്രഷർ അനുഭവപ്പെടാറില്ല അല്ലേ. ഇതിന് കാരണം എന്താണ്? ഇത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായത് കൊണ്ടാണ്. കാരണം എന്താണ്? വാട്ടർ മോളിക്യൂൾസിൽ ഫോഴ്സ് കൂടുതലായത് കൊണ്ടാണ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ എയറിലോട്ട് കൈ വീശുമ്പോൾ അത് പെട്ടെന്ന് വീശാൻ പറ്റും. കാരണം എന്താണ്? എയറിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ദെൻ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഫണ്ടമെൻ്റൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ദർ ആർ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ: സോളിഡ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ദെൻ നമ്മൾക്കറിയാം എന്താണ്? മാറ്റർ മെയ്ഡ് അപ്പ് വിത്ത് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ഉണ്ടാകുന്ന പ്രത്യേകത കൊണ്ടാണ് നമ്മൾ എന്താകുന്നത്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് ആയിട്ടിരിക്കുന്നത്. ഈ പാർട്ടിക്കിൾസ് എന്താണ്? വളരെ അടുത്തടുത്തായിട്ടാണ് ഇരിക്കുന്നത്. ക്ലോസ്ലി പാക്ക്ഡ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ വെരി വെരി ലോ. ഓക്കെ, ഓരോ പാർട്ടിക്കിൾസിലെയും മാറ്ററിനെ എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. ദേ അട്രാക്ട് ഈച്ച് അതർ. പാർട്ടിക്കിൾസ് അട്രാക്ട് ഈച്ച് അതർ. സോളിഡ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്തിട്ടാണ് ഇരിക്കുന്നത്. ദേ ആർ ക്ലോസ്ലി പാക്ക്ഡ് ആണ്. നമുക്ക് അടുത്തടുത്ത് ഇരിക്കുന്നയാളെ എന്താക്കാൻ പറ്റും? ഈസി ആയിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അട്രാക്റ്റ് ചെയ്ത് പിടിക്കണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം അല്ലേ. അതാണ് അപ്പോൾ എന്താണ് അവിടെ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? സോളിഡ്സിൽ കൂടുതലാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരാൾ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ്? മൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പോൾ എൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? എൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ലോയിലായിരിക്കും. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ വെരി ലോ. എന്താണ്? അട്രാക്ഷൻസ് വെരി ഹൈ, മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഈസ് വെരി ലോ ആൻഡ് ഓൾസോ കൈനറ്റിക് എനർജി ഈസ് വെരി ലോ. നെക്സ്റ്റ് എന്താണ്? സോളിഡ് അല്ലേ. എന്താണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്? ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പും ഡെഫിനിറ്റ് ആയിട്ടുള്ള വോളിയം ഉള്ളത് കൊണ്ടാണ് ഉള്ളതിനെ നമ്മൾക്ക് എന്ത് പറയാം? സോളിഡ് മാറ്റർ എന്ന് പറയാം. ഓക്കെ, സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്, ഡിസ്റ്റിങ്ക്റ്റ് ബൗണ്ടറീസ് ആൻഡ് ഫിക്സഡ് വോളിയംസ് ദാറ്റ് ഹാവ് നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി. ഓക്കെ, എന്താണ് നെഗ്ലിജിബിൾ കംപ്രസിബിലിറ്റി എന്ന് പറഞ്ഞാൽ? കംപ്രസ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതെന്തുകൊണ്ടാണ്? സ്പേസ് കുറവാണല്ലേ. അവിടെ സ്പേസ് കുറവാണെങ്കിൽ കംപ്രസിബിലിറ്റി എന്തായിരിക്കും? കുറവായിരിക്കും. സോളിഡ്സ് കംപ്രസിബിലിറ്റി കുറവാണ്. ഓക്കെ, സോളിഡ്സ് ഹാവ് എ ടെൻഡൻസി ടു മെയിൻറ്റെയിൻ ദിയർ ഷേപ്പ് വെൻ സബ്ജക്റ്റഡ് ടു ഔട്ട്സൈഡ് ഫോഴ്സ്. ഓക്കെ, എന്താണ്? അവർക്ക് അവരുടെ ഷേപ്പ് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, സോളിഡ്സ് മേ ബ്രേക്ക് അണ്ടർ ഫോഴ്സ് but it is difficult to change their shape. Okay, so they are rigid എന്ന് വെച്ചാൽ എന്താ? they are tendency to മെയിൻറ്റെയിൻ ദിയർ ഷേപ്പ്. ഓക്കെ, നമുക്ക് കുറേ ശക്തി ഉപയോഗിച്ച് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ എന്താക്കി ബട്ട് വി cannot ചേഞ്ച് ദ ഷേപ്പ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഇവിടെ നോക്കിയാൽ ഇവിടെ ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോളിഡ്സിൽ എന്താണ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പാണുള്ളതിൽ. വോളിയം എന്താണ് ഡെഫിനിറ്റ് ആയിരിക്കും. കംപ്രസിബിലിറ്റി ഈസ് നോട്ട് പോസിബിൾ. ഫ്ലൂയിഡിറ്റി നോട്ട് പോസിബിൾ. റിജിഡിറ്റി ഹൈ റിജിഡ് ആയിരിക്കും. ഡിഫ്യൂഷൻ സ്ലോ ആയിരിക്കും. സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് മോസ്റ്റ് ക്ലോസ്ലി പാക്ക്ഡ് ആണ്. ഇൻ്റർ പാർട്ടിക്കിൾ ഫോഴ്സ് ഈസ് ഡെഫിനിറ്റ്. ഓക്കെ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് എബൌട്ട് എ റബ്ബർ ബാൻഡ്, ക്യാൻ ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ഓൺ സ്ട്രെച്ചിങ്, ഈസ് ഇറ്റ് എ സോളിഡ്? എന്താണ്, അതൊരു സോളിഡ് ആണോ? നമ്മളൊരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് അത് നമ്മൾ എന്താക്കുകയാണ്, അത് സ്ട്രെച്ച് ചെയ്യുകയാണല്ലേ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് ഷേപ്പ് ഓൺ സ്ട്രെച്ചിങ് അല്ലേ. എന്താണ് അതെന്താണ് ഈസ് ഇറ്റ് എ സോളിഡ്? യെസ്, ഇറ്റ് ഈസ് എ സോളിഡ് മാറ്റർ. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുമോ? ഇൻ ദി കേസ് ഓഫ് എന്താണ് ഒരു അത് നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എന്താവും, അത് വലുതാവും. പക്ഷെ നമ്മൾ അത് ഫ്രീ ആക്കിയിട്ട് വിടുമ്പോൾ അതെന്താക്കും, അത് കം ബാക്ക് ടു ദി ഓൾഡ് സൈസ് അല്ലേ. അതാണ് പറഞ്ഞത്. റബ്ബർ ബാൻഡ് ചേഞ്ച് ഷേപ്പ് അണ്ടർ ഫോഴ്സ് ആൻഡ് regains the same shape when the force is removed. If excess force is applied, it breaks. Okay, ഫോഴ്സ് കൊടുത്താൽ എന്താക്കാൻ പറ്റും, ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബട്ട് അത് നമ്മൾ ഫോഴ്സ് റിമൂവ് ചെയ്താൽ അത് പഴയ ഷേപ്പിലേക്ക് തന്നെ വരും. നല്ല ഫോഴ്സ് കൊടുത്താൽ ഇറ്റ് മേ ബ്രേക്ക്. ഓക്കെ, അതാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്. പിന്നെന്താ ഇപ്പം നമ്മൾ ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതെന്താക്കുകയാണ്, നമ്മൾ ആ ഒരു സ്പോഞ്ചിനെ നമ്മൾ കംപ്രസ് ചെയ്യുകയാണല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, എ സ്പോഞ്ച് ഹാസ് മൈന്യൂട്ട് ഹോൾസിലെ ഇൻ വിച്ച് എയർ ഈസ് ട്രാപ്പ്ഡ്. എയർ ഈസ് ട്രാപ്പ്ഡ് വെൻ വി പ്രസ് ഇറ്റ്, the air is expelled out and we are able to compress it. സ്പോഞ്ചിന് എന്തിൻ്റെ മൈന്യൂട്ട് ആയിട്ടുള്ള കുറേ ഹോൾസ് ഉണ്ട്. ഓരോ ഹോൾസിൻ്റെ ഉള്ളിലും എയർ ട്രാപ്പ്ഡ് ആണ് അല്ലേ. സ്പോഞ്ച് സോളിഡ് ആണ് നമുക്കറിയാം. കംപ്രസ് ചെയ്യുമ്പോൾ എയർ ഗോയിങ് ഔട്ട് അല്ലേ. റിലീസ് ചെയ്യുമ്പോൾ തിരിച്ച് എയർ കയറിയിരിക്കും. എയർ ഉള്ളത് കൊണ്ടാണ് അതിനെ കംപ്രസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ ലിക്വിഡ് സ്റ്റേറ്റ് എന്താണ്? ഞാനിപ്പോൾ വെള്ളം കുടിച്ചില്ലേ, ഞാനിപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ആ കുപ്പിയിൽ ഇരിക്കുമ്പോൾ വാട്ടറിൻ്റെ ബോട്ടിൻ്റെ ഷേപ്പാണ് ആ വാട്ടർ ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ വായിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, നമ്മുടെ വായൻ്റെ ഷേപ്പായിരിക്കും. ദെൻ അത് എങ്ങോട്ടേക്ക് പോയി, നമ്മുടെ ആമാശയത്തിലേക്കും കിഡ്നിയിലേക്കൊക്കെ പോയിട്ട് അതെന്താകും, അതിൻ്റെ ഷേപ്പിലോട്ടേക്ക് മാറും. അപ്പോൾ ഏതൊരു കണ്ടെയ്നറാണ് ഇരിക്കുന്നത് അതിൻ്റെ ഷേപ്പിലേക്കാണ് ആ ലിക്വിഡ് സ്റ്റേറ്റ് പോകുന്നത്. ഫോർ എക്സാമ്പിൾ ലിക്വിഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്താണ്, വാട്ടർ, ഓയിൽ അല്ലേ. വി ക്യാൻ സേ ദാറ്റ് ലിക്വിഡ്സ് ആർ നോ ഡെഫിനിറ്റ് ഷേപ്പ് but no change in volume. Okay, and also liquids have no fixed shape but have a fixed volume. They take up the shape of the container in which they are kept. Okay, liquids flow and change shape, so they are not rigid but can be called fluid. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് ഫ്ലൂയിഡ് എന്ന് വിളിക്കാം. ഓക്കെ, the distance of particles of distance is more comparatively solid. Okay, then gases state അല്ലേ. നമ്മൾക്കറിയാം gases are highly compressible as compared to solid and liquid അല്ലേ. നന്നായിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആർ വെരി ഹൈ അല്ലേ. ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താകുന്നു, നമ്മൾ ബ്രീത്ത് എടുക്കുമ്പോൾ അല്ലേ, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ എന്താകുന്നുണ്ട്, ഓക്സിജൻ അബ്സോർബ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് എയറിലോട്ട് വന്ന് ആ റൂമിൻ്റെ, നമ്മളിപ്പോൾ ഏത് റൂമിലാണോ ഉള്ളത് ആ റൂമിൻ്റെ ഷേപ്പിലേക്കാണ് നമ്മുടെ ഓക്സിജൻ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നത്. ദേ ഈസ് നോ ഷേപ്പ് ആൻഡ് വോളിയം. ഓക്കെ, ഗ്യാസസിൽ എന്താണ് ഷേപ്പ്? The shape acquires the shape of the container. Volume is indefinite volume. Compressibility highly negligible. Fluid can flow. Rigidity not rigid. Diffusion very fast. Space between particles least closely packed. Interparticle force is negligible. Okay,
ഗ്യാസസ് എന്താണ് നമ്മുടെ വീട്ടിലല്ലേ LPG സിലിണ്ടർ നമ്മൾക്കറിയാലോ. എന്താണ് LPG സിലിണ്ടർ ദാറ്റ് വി ഗെറ്റ് ഇൻ അവർ ഹോം ഫോർ കുക്കിംഗ് അല്ലേ, ഓർ ദി ഓക്സിജൻ സപ്ലൈസ് ടു ഹോസ്പിറ്റൽസ് ഇൻ സിലിണ്ടേഴ്സ് കംപ്രസ് ഗ്യാസ്. എന്താണ് വീട്ടിലെ LPGയിൽ എന്താണ് കുറേ ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ചെറിയ സിലിണ്ടറിലേക്കാക്കിയിട്ടാണ് മാറ്റുന്നത്. ചിലപ്പോൾ എന്താണ് അത് വെഹിക്കിളിനും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. എന്താണ് അതിൽ പറയുന്നത്, ഗ്യാസിൻ്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം നമ്മൾക്കറിയാം അതെന്താണ് കൂടുതലാണല്ലേ. കൂടാതെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും, കുറവായിരിക്കും അല്ലേ. എന്താണ് പാർട്ടിക്കിൾസിൻ്റെ അകലം കൂടുമ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വലിയ അകലം മൂലം പ്രഷർ നൽകുമ്പോൾ അവയെ അടുത്തുകൂടി നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, എന്താണ് gases are highly compressible because their molecules are far apart and have weak intermolecular forces. This large space between molecules allows them to be pushed closer together when pressure is applied. Okay, in contrast, solids and liquids have much smaller spaces between their particles and are therefore much less compressible. Okay, നമ്മളിവിടെ നോക്കിയാൽ നമ്മൾ റബ്ബർ കോർക്കിൽ നമ്മളൊരു ഇവിടെ എന്തുണ്ട് പിസ്റ്റണില്ലേ, നമ്മളെ പിസ്റ്റണിൽ എന്തുണ്ട് റബ്ബർ കോർക്കുണ്ട്, ഒന്നിലെന്തുണ്ട് ചോക്ക് പൗഡർ ഉണ്ട് അല്ലേ, രണ്ടാമത്തേതിൽ എന്താ ഉള്ളത് വാട്ടറാണ്, മൂന്നാമത്തേതിൽ ഗ്യാസാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ പിസ്റ്റൺ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ചോക്ക് പൗഡറിൻ്റെ അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക, കംപ്രസ് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കില്ല. എന്താണ് അതിൻ്റെ പാർട്ടിക്കിൾസ് എന്താണ് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രഷർ കൊടുത്ത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾക്കതിനെ പെട്ടെന്ന് കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വാട്ടറിലാണെങ്കിൽ നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി സോളിഡ് എന്താണ് വാട്ടറിനെ നമ്മൾക്ക് ചെറിയ രീതിയിൽ കംപ്രസ് ചെയ്യാൻ സാധിക്കും. ഇൻ ദി കേസ് ഓഫ് ഗ്യാസസ് ആണെങ്കിൽ എന്താണ് ഹൈലി കംപ്രസിബിളാണ്. ഓക്കെ, then gases in examples ആണ് LPG, liquid petroleum gas, oxygen cylinders, compressed natural gas, CNG used to add fuel. Due to its compressibility, large amount of gas can be compressed into small cylinders and can be transported easily. നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ ഈസി ആക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ. എന്താണ് കുറേ ഗ്യാസസ് ഒരു ചെറിയ സിലിണ്ടറിലോട്ട് കംപ്രസ് ചെയ്ത് മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഗ്യാസസ് ആർ ഹൈലി കംപ്രസിബിൾ. ഗ്യാസസ് എക്സേർട്ട് പ്രഷർ, അതെന്താണ് പറയുന്നത്, ഗ്യാസസ് എക്സേർട്ട് pressure because their molecules are in constant random motion. This motion causes them to collide with the walls of their container, exerting efforts. For pressure is defined as force per unit area. എന്താണ് ഗ്യാസിൻ്റെ മോളിക്യൂൾസ് നമുക്കറിയാം ഒരുപാട് സ്പേസ് ഉണ്ടല്ലേ, അതുകൊണ്ട് തന്നെ അത് നമുക്ക് റാൻഡമായിട്ട് എപ്പോഴും മോഷനിലായിരിക്കും അല്ലേ പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് തമ്മിൽ നമ്മൾ ഒരു കുപ്പി എടുത്ത് അടച്ചു വെച്ചാൽ കുപ്പിക്കകത്ത് എന്തുണ്ട്, നമുക്ക് ഗ്യാസ് ഉണ്ടല്ലേ, ആ ഗ്യാസ് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കുപ്പിയിൽ പാർട്ടിക്കിൾസ് എന്തായിട്ട് നിൽക്കും, തട്ടി വൈബ്രേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഗ്യാസ് പ്രഷർ കൊടുക്കുമ്പോൾ തിരിച്ച് ബോട്ടിലിൻ്റെ വാളിൽ നിന്നും ഒരു പ്രഷർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ പ്രഷറിനെ ഡിഫൈൻ ചെയ്യുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന രീതിയിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടിന്യൂസ്ലി മൂവിങ്. ഗ്യാസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.